എന്താടാ ഇത്ര ലേറ്റ് ആയത്? ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്യരുത്. വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി, അതാ വൈകിപ്പോയത്. ഈ വണ്ടി ഒന്ന് മാറ്റിയിട്ട് നിനക്ക് പുതിയൊരു കാർ എടുത്തൂടെ? ആ, അതിന് കനിയേണ്ടവര് കനിയണ്ടേ? ചേച്ചി ഒന്ന് മനസ്സ് വെച്ചാ. ആ, നോക്കാം നമുക്ക്. എടാ, ഞാൻ നിന്നെ വിളിച്ചതേ ആ വാളിനെ കുറിച്ച് മൈഥിലി വല്ലതും പറഞ്ഞോന്നറിയാനാ. ചേച്ചി, അതിന് അവക്ക് അതേക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ലെന്നാ പറയുന്നത്. പിന്നെന്തിനാ അവൾ അതിനകത്ത് ജീവിക്കുന്നേ? മോക്ഷത്തിനാണോ? അവിടെ ഒരു കലാപത്തിനെങ്കിലും തിരി കൊളുത്താതെ പിന്നെ എന്ത് ജീവിതം? ചെമ്പകമംഗലത്തിപ്പോ എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും എന്നാ അവളിപ്പോ പറയുന്നത്. ദേ, അത് കേൾക്കുമ്പോഴാ എനിക്ക് കലി ഇളകുന്നേ. ചെമ്പകമംഗലത്ത് ഒരു കാലത്തും സമാധാനം ഉണ്ടാവാൻ പാടില്ല. അതല്ലേ എന്റെ ലക്ഷ്യം. അവിടിപ്പോ ആ കുഞ്ഞിന്റെ ചോറൂണിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുവാണെന്നാ ഞാൻ അറിഞ്ഞത്. ചോറൂണോ? അതെ, ചോറൂണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താഹാരവും കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വരുമ്പോ കുഞ്ഞിനെ നമ്മൾ അവളിൽ നിന്ന് അകറ്റും. അവളുടെ മനോവീര്യവും കോൺഫിഡൻസും ഒക്കെ ഇല്ലാതാവും. നീ പറഞ്ഞു വരുന്നത്? വാള് തിരയാനുള്ള അവളുടെ താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നത്. അത് നീ പറയുന്നത് ശരിയാ. അതിനെന്താ ഇപ്പൊ ഒരു വഴി? ഈ ചോറൂണ് എന്ന ആശയം ആരുടേതാ? അത് പിന്നെ പറയാനുണ്ടോ? നന്ദിനിയുടേതാ. അവരാ അതിന് തുടക്കമിട്ടത്. എന്നാ പിന്നെ അതേ നന്ദിനിയെ ഉപയോഗിച്ച് തന്നെ ആ ചടങ്ങ് നമുക്കങ്ങ് തടയാം. മനസ്സിലായില്ല. മനസ്സിലാക്കണമെങ്കിലേ തലയ്ക്കകത്ത് കളിമണ്ണ് പോരാ, കാര്യമായിട്ട് എന്തെങ്കിലും വേണം. പറഞ്ഞു തരാം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ക്രൂക്ഡ് ആയിട്ടുള്ള ബുദ്ധികൾ? ആ, അതൊക്കെ കിട്ടുന്നു. നന്ദിനി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ചെമ്പകമംഗലത്തുള്ളവര് ഒരു ചടങ്ങും നടത്തില്ല. അത് 100% കറക്റ്റ് തന്നെ. പക്ഷേ ഈ ഐഡിയ എങ്ങനെ വർക്കൗട്ട് ആക്കും? ആ, അതിനും ഒരു വഴിയുണ്ട്. ആ, ഞാനൊരു മെഡിസിൻ തരാം. അതെങ്ങനെയെങ്കിലും മൈഥിലിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനു വേണ്ടി നിന്റെ ചേച്ചിയുടെ കുട്ടികളെ ഉപയോഗിക്കണം. കുട്ടികളെന്ന് പറയാൻ ഒരാളെ അവിടെ ഉള്ളൂ. മൂത്തവൻ ഹോസ്റ്റലിലാണ്. ആ, അത് കുഴപ്പമില്ല. നന്ദിനിക്ക് വേണ്ടി ഞാൻ തരുന്ന മരുന്ന് ചായയിലോ മറ്റോ കലർത്തി അവക്ക് കൊടുക്കണം. അവൾ ഛർദിച്ച് ഹോസ്പിറ്റലിലാവണം. ഹോസ്പിറ്റലിൽ അവളായാൽ അവളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഞാനിങ്ങ് വിലക്കെടുക്കും. എന്നിട്ട് ആ, നീ വാ, ആ മരുന്ന് ഞാൻ തരാം. വാ. അശ്വിനല്ലേ ഹോസ്റ്റലിൽ? അതിഥി ഡെയിലി വീട്ടിലേക്ക് പോവുമല്ലോ. സമയമായല്ലോ, എന്നിട്ട് ഈ സ്കൂൾ വിടാത്തെന്താ? ആ, മോളെ അതിഥി. മോളെ, അങ്കിൾ എന്താ ഇവിടെ? അങ്കിൾ ഒത്തിരി നാളായില്ലേ എന്റെ പൊന്നുമോളെ കണ്ടിട്ട്. മാലതി ചേച്ചി വരുന്നതിന് മുമ്പ് സ്ഥലം വിടണം. ഇതാ എന്റെ മോക്ക് ചോക്ലേറ്റ്. ഹായ്, താങ്ക് യു അങ്കിൾ. പിന്നെ വേറൊരു പാക്കറ്റ് അങ്കിള് മോളുടെ കയ്യിൽ തന്നു വിടും. അത് മോള് മൈഥിലി ചേച്ചിക്ക് കൊടുക്കണം. കൊടുക്കാം. ആരോടും പറയരുത്.
പറയോ? ഇല്ല. ആ, പ്രോമിസ്? പ്രോമിസ്. ആ, ഗുഡ് ഗേ. ആരോടും പറയാതിരുന്നാലേ അങ്കിൾ ഇനിയും ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. നോക്ക് മനസ്സിലായോ? പിന്നെ ഇപ്പൊ അങ്കിൾ ഇവിടെ വന്ന കാര്യം അമ്മയോട് പോലും പറയരുത്. പറയില്ല അങ്കിൾ. ആ, നല്ല കുട്ടി. എന്നാ പിന്നെ അമ്മ വരുന്നിടത്ത് പോയിരുന്നു. ബൈ അങ്കിൾ. ബൈ. ആന്റി, ഇതെന്താ എന്റെ അടുത്ത്? പറയാം. ഞാൻ അങ്കിള് പറഞ്ഞിട്ട് വന്നതാ. വൈശാഖ് അങ്കിൾ. ഇത് ആന്റിക്ക് തരാൻ പറഞ്ഞു വൈശാഖ് അങ്കിൾ. ആന്റി, എനിക്ക് ഒളിച്ചിരിക്കാൻ കുറച്ച് സ്ഥലം കാണിച്ചു തരാവോ? അതെന്തിനാ? ഇതാ ആരും കാണാതെ തിന്നാനാ. വൈശാഖ് അങ്കിള് തന്നതാ. ആണോ? അമ്മ പോലും അറിയരുതെന്നാ അങ്കിള് പറഞ്ഞേക്കുന്നത്. അവിടെ ഇരുന്ന് കഴിച്ചോ. കുഞ്ഞിന് ചോറൂണ് നടത്തി കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു മാറ്റാൻ നന്ദിനി കൊണ്ടുവന്ന പ്ലാൻ. അത് പൊളിച്ച് നന്ദിനിയെ തന്നെ ഹോസ്പിറ്റലിലാക്കുക. അത് കൊള്ളാം. നന്ദിനി ഹോസ്പിറ്റലിലായാലേ അടുത്ത കാര്യം അവൻ നോക്കിക്കോളും. ഈ ഗുളിക എങ്ങനെ നന്ദിനിക്ക് കൊടുക്കണം? കത്തിൽ NB ഇട്ട് വേറെന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ചോറൂണ് നടക്കുന്നതിന് 2 ദിവസം മുമ്പേ ഈ മരുന്ന് കൊടുത്തിരിക്കണം. അത് കൊടുക്കുമല്ലോ. ആന്റി, കത്ത് വായിച്ചോ? അതൊക്കെ വായിച്ചു. മോള് ചോക്ലേറ്റ് മുഴുവൻ കഴിച്ചോ? കഴിച്ചു. ഞാൻ ഈ ചോക്ലേറ്റ് ഒളിച്ചു നിന്ന് കഴിച്ച കാര്യം അമ്മയോട് പറയരുത് കേട്ടോ. ഇല്ല, നീ എനിക്കൊരു ഉപകാരം ചെയ്തു, പകരം ഞാൻ നിനക്ക് ഒരു ഉപകാരം ചെയ്തു. അത്രേ ഉള്ളൂ. താങ്ക് യു ആന്റി. അതിഥി, നീ എന്താ സ്കൂളിൽ നിന്ന് വന്ന പാടെ ഇവളുടെ മുറിയിലോട്ട് വന്നത്? മാത്തമാറ്റിക്സിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്താലേ എനിക്കിന്ന് ഹോംവർക്ക് ചെയ്യാൻ പറ്റൂ. അത് മൈഥിലി ആന്റി പറഞ്ഞു തന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന മിസ്സുമാർക്കൊന്നും ഒരു ചുക്കും അറിയില്ലേ? വീട്ടിൽ വന്നൊരു പഠിത്തം. ട്യൂഷൻ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു ഡൗട്ട് തോന്നി. അത് മൈഥിലി ആന്റിയോട് ചോദിച്ച് പഠിച്ചു. അതിനെന്താണ് കുഴപ്പം? കുഴപ്പം മാത്തമാറ്റിക്സിനോ നിനക്കോ അല്ല, ട്യൂഷൻ ടീച്ചറിനാ. വാ അവിടുന്ന്. പാലും ബിസ്ക്കറ്റ് എടുത്ത് വെച്ചേക്കോ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവള് അമ്മയെ വെല്ലുന്ന മകളായി വളരും. ഇവിടെ ജഗദീഷിന്റെ മകളല്ല, സാക്ഷാൽ മാലതി പണിക്കരുടെ മകൾ. ഇതെന്താടോ ഇതിനകത്തൊരു പണി? ഇതൊക്കെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയാണെന്ന് പറഞ്ഞ അമ്മ പഠിപ്പിച്ചു തന്ന ഓരോന്നാ. ഞാനത് ചെയ്യുന്നു. അതെന്താ ആണുങ്ങൾക്ക് ഇതൊന്നും ചെയ്തുകൂടെ? ആ, ആണുങ്ങൾ ഇതൊന്നും ചെയ്യില്ലല്ലോ. കാലാകാലങ്ങളായി പെണ്ണുങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കല്ലേ നശിച്ച ആൺവർഗം. ഇവിടെയും ഞാൻ കുറെ നാൾ അടിമയായിരുന്നല്ലോ. അത് ഭാര്യ ജോലിയിലേക്ക് പെണ്ണിനെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു പ്രൊബേഷണറി പീരീഡായി കണക്കാക്കിയാൽ മതി. മീനാക്ഷി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ ഉറങ്ങാനല്ല. ഉറക്കം വേറെ. മീനാക്ഷി, നമ്മുടെ കല്യാണം പ്രമാണിച്ച് എല്ലാരും നമുക്ക് സമ്മാനങ്ങളൊക്കെ തന്നു. തിരിച്ചവർക്കും നമ്മൾ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കണ്ടേ? അതെങ്ങനെ? നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ്.
അതിന് മുതിർന്നവർക്ക് എല്ലാവർക്കും നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. ആ യെസ്, വെരി ഗുഡ് ഐഡിയ. എനിക്ക് ഈ ചടങ്ങുകളെ കുറിച്ചൊന്നും അറിയില്ല, അതാ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കണ്ടേ? വാങ്ങിക്കണം. രാവിലെ ആരും കാണാതെ നമുക്ക് പോണം. ഒരു 9-9:30 ആവുമ്പോ കടകളെല്ലാം തുറക്കും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, അത് ഞാൻ പറയുമ്പോ നീ തെറ്റിദ്ധരിക്കുകയും ചൂടാവൂന്ന് അരുത്. എന്താ കാർത്തേട്ടാ? മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോ മൈഥിലിയെ നമ്മൾ ഒഴിവാക്കരുത്. ആ, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാ. അവള് നമ്മുടെ കുഞ്ഞിന് പാല് കൊടുത്തല്ലേ, അതിനുള്ള നന്ദി അവളോട് കാണിച്ചല്ലേ പറ്റൂ. ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അവക്കാ നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ എത്ര വിട്ടിയ. ഞാൻ ഇക്കാര്യം പറയുമ്പോ നീ പൊട്ടിത്തെറിക്കുമെന്നും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുമെന്നൊക്കെയാ ഞാൻ കരുതിയത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ എന്തിനാ യുദ്ധം? എന്റെ മീനാക്ഷിയുടെ നല്ല മനസ്സെനിക്കറിയാം. പലപ്പോഴും അത് മനസ്സിലാക്കാതെ പോകുന്ന എന്നെ നല്ല ചൂരൽ വടിക്കടിക്കണം. പ്രതികളെ നിങ്ങൾ എല്ലാരും കൂടി താങ്ങുന്നുണ്ടല്ലോ നല്ല ചൂരൽ വടിക്ക്. എന്റെ കുട്ടിമാളു ഒരു വലിയ സംഭവമാണ് കേട്ടോ. വേണ്ട മീനാക്ഷി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ശിക്ഷാർഹമാ. ഞാനേ DGPക്ക് പരാതി കൊടുക്കട്ടോ. ഓ പിന്നെ നിന്റെ ഒരു പരാതി. ആ കൈമളേട്ടാ, നന്ദിനി അമ്പലത്തിൽ പോയി ചോറൂണിനുള്ള രസീതൊക്കെ കുറിപ്പിച്ചു കഴിഞ്ഞു. ചോറൂണിന് അമ്പലത്തിൽ വലിയ ചടങ്ങുകളൊന്നുമില്ലല്ലോ. ആ ഇല്ല, കുഞ്ഞിനെ ഉടുപ്പിക്കാനുള്ള ചെറിയ കസവുമുണ്ട് വേണം. ബാക്കിയൊക്കെ തിരുമേനി പറഞ്ഞു തരും. കൊച്ചു തൂഷണയിൽ ചോറ്, പായസം, പിന്നെ എരിവ്, പുളി, ഉപ്പ്, ഇതൊക്കെ ചെറുതായുള്ള കറികൾ. മോളെ, വൈകമോൾക്ക് ചോറ് കൊടുക്കേണ്ടത് എന്റെ അച്ഛനായിരിക്കണ്ടേ? നിനക്ക് നിന്റെ അച്ഛനായി എന്നോട് സെന്റിമെന്റ്സ് അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ വൈകമോൾക്ക് അവളുടെ അച്ഛനോടും ഉണ്ടാകും. അത് വളർന്നു വരുമ്പോഴേ അറിയൂ. ഓ, അതുകൊണ്ട് ചോറ് കൊടുക്കേണ്ടത് കാർത്തിമോൻ തന്നെ ആയിരിക്കണം. കാർത്തിയ വൈകമോട് അച്ഛൻ. ഓ ശരി. അതെ, മക്കൾക്ക് ചോറ് കൊടുക്കേണ്ടത് അച്ഛൻ തന്നെയാ. അല്ലമ്മേ, എനിക്ക് ചോറ് തന്നെ എവിടെ വെച്ചാ? ചോറ്റാനിക്കര വെച്ച്. സാധാരണ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോ കരഞ്ഞു കൂവി അലമ്പാക്കുമായിരുന്നു. പക്ഷെ ഞാൻ എന്നും ഓർക്കുന്നു, നീ ആ ചോറ് മുഴുവൻ കഴിച്ചു. അന്നേ സാവിത്രിച്ചയ്ക്ക് വിശപ്പല്പം കൂടുതലായിരുന്നല്ലേ? ആ, എനിക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആവശ്യത്തിലുള്ള വിശപ്പുണ്ട്. എനിക്കെല്ലാം കഴിക്കുകയും ചെയ്യാം. ഏത് ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അത് കറക്റ്റ്. എന്താ സാവിത്രി ചേച്ചി തകർക്കുന്നത്? നല്ല വല്ല തമാശയാണെങ്കിൽ ഞാനോടെ കേക്കട്ടെ. എടാ, മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് നിന്റെ ഭാര്യയുടെ ഒരു ശീലമാണോ അതോ സ്വഭാവമാണോ? എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. കേട്ടിട്ടില്ലേ? മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ബസ്. പക്ഷെ എന്റെ ഭാര്യയുടെ മനസ്സിൽ കൂടെ നീന്തുന്നത് അതൊന്നുമല്ല, നല്ല കാളകൂട വിഷവ. ജഗദീഷേട്ടാ, എല്ലാവരും കൂടി നിൽക്കുമ്പോ എന്നെ കളിയാക്കുന്നതേ ജഗദീഷേട്ടൻ ഒരു സ്വഭാവമായി മാറിയിരിക്കാം. എടീ, നിന്നെ നന്നാക്കിയെടുക്കാനുള്ള എന്റെ ശ്രമങ്ങളുടെ ചില ഭാഗമാണ് ഈ കളിയാക്കൽ. എപ്പോഴും ഞാനിത് കേട്ടെന്ന് വരില്ല കേട്ടോ. ആഹാ, പിന്നെ നീ എന്താ എന്താടാ മോനെ ഇത്? ഇവിടെ നല്ല ചടങ്ങ് നടക്കാൻ പോവാ. കുഞ്ഞിന്റെ ചോറൂണിന് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. വെറുതെ ഒരു വഴക്കുണ്ടാക്കല്ലേ. ദേ, ഇവള് ചോദിക്കുന്ന ന്യായമല്ലേ? ഇവളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാ? എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങൾക്കൊരു ബെഡ്റൂം ഇല്ലേ? അവിടെ വെച്ച് പറഞ്ഞു തീർത്തൂടെ? അത് ന്യായം. മാലതി ഞാനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായ മാലതി പണിക്കരെ രക്ഷിക്കാൻ നന്ദിനിയേട്ടത്തി വരും. എന്നാ നന്ദിനിയേട്ടത്തിക്കുള്ള പാരകൾ മുഴുവൻ വാക്കത്തി കൊണ്ട് രാഗി മിനുക്കുന്നതേ ഇവളാ. ഞാൻ നന്ദിനിയെടുത്തേ. ആ മതി മതി, നിർത്ത്. പറഞ്ഞു കാട് കയറണ്ട. ചെറിയൊരു കാര്യം, അതിവിടെ തീർന്നു.
അല്ല ഇവരെവിടെ പോയതാ? അവൻ എന്നോട് പറഞ്ഞിട്ട് അമ്മേ പോയത്. അപ്പൊ വൈകമോളോ? കുഞ്ഞെന്റെ അടുത്തുണ്ട്. ആ കാര്യങ്ങൾ അതിന്റെ മുറ പോലെ മുന്നോട്ട് പോണോന്ന് മീനാക്ഷിക്ക് ഒരേ നിർബന്ധം. വേണ്ട. മനസ്സിലായില്ല? കുഞ്ഞിന്റെ ചോറൂണല്ലേ? അച്ഛന് മനസ്സിലായില്ലേ? കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് വീട്ടിലെ കാരണവന്മാർക്കും മുതിർന്നവർക്കും സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങ്. ഇത്തരം ചടങ്ങുകളൊക്കെ എന്ന് തുടങ്ങി? ഞാൻ അറിഞ്ഞില്ല. പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സാമൂഹിക പരിഷ്കർത്താക്കൾ നിർത്തിച്ചു. ഇതെന്നാണാവോ നിർത്തിക്കുക? അതെ, കൂടുതൽ പുരോഗമനം ഒന്നും വേണ്ട. കിട്ടുന്ന സമ്മാനം അങ്ങ് വാങ്ങിക്കാം, അത്ര തന്നെ. ആ മീനാക്ഷി, എല്ലാവർക്കും കൊടുക്കാം. മുത്തശ്ശ, നന്നായി വരും. മുത്തശ്ശിക്ക്. മുത്തശ്ശി, നന്നായി വരട്ടെ. വല്യമ്മാവനെ. അച്ഛാ. എന്റെ മോളെ, നീ ഇങ്ങനെ എല്ലാവരുടെയും കാൽക്കൽ വീഴാൻ നടന്ന നിന്റെ നടുവടിയും കേട്ടോ. ഇതൊരു എക്സസൈസ് അല്ലേടാ? അത് കുഴപ്പമില്ല. ഇത് രണ്ടമ്മമാർക്കും. മതി മതി മതി. അമ്മേ. വേണ്ട മോളെ. ഇത് കുഞ്ഞമ്മാവനും കുഞ്ഞമ്മായിക്കും. അതായത് എന്റെ ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും. മാങ്ങ റെഡിയായിക്കും. അത് വേണ്ട. അങ്ങോട്ട് പോയല്ലോ. ഞാൻ ആവട്ടെ. ഇനി നിന്റെ അച്ഛനാ രാമഭദ്രൻ. രാമഭദ്രൻ സ്ഥലത്തില്ലല്ലോ. അച്ഛന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതല്ല, എന്തായാലും വൈകമോളെ അവളെ പ്രസവിച്ചല്ലേ ആ മൈഥിലി. നന്ദികേട് കാണിക്കുന്നത് ചെമ്പകമംഗലംകാരുടെ കൾച്ചർ അല്ലല്ലോ മുത്തശ്ശി. നന്ദികേട് കാണിച്ചത് ചെമ്പകമംഗലക്കാരല്ലോ, അവളല്ലേ വൃത്തികെട്ടവള്. അവൾക്ക് സമ്മാനം കൊടുക്കാനായിരുന്നെങ്കിലേ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ടിയിരുന്നില്ല. സാവിത്രി, കുഞ്ഞ് നമ്മുടേതാ. അത് വളർന്നു വരുമ്പോ ഏതർത്ഥത്തിലായാലും കുഞ്ഞിന്റെ മേൽ മാതൃശാപമൊന്നും വീഴാൻ പാടില്ല. വൈകമോളെ പ്രസവിച്ച ആളിവിടെ ഉള്ള സ്ഥിതിക്ക് അവൾക്കും ഇവരൊരു സമ്മാനം കൊടുത്തോട്ടെ. നിന്റെ അനുവാദത്തോടു കൂടിയാണോ ഇത്? അതെ. എന്നാ വിളിച്ചു കൊടുക്ക്. മൈഥിലി, ഞാൻ നിന്നെ ഇവിടെ വിളിക്കുന്നു. എന്താ? കുഞ്ഞിന്റെ ചോറൂണ്. അതിനു മുമ്പ് മൈഥിലിക്കൊരു സമ്മാനമുണ്ട്. എനിക്ക് വേണ്ട. നീ കുഞ്ഞിന് കുറെ ദിവസം പാല് കൊടുത്തല്ലേ, അത് വാങ്ങിച്ചോ. ഓ, കൂലിയാണോ? ഞാൻ അങ്ങനെ ഒരു വാടക അമ്മയായി മാറി. ആയിക്കോട്ടെ, ശരിപ്പെടുത്തി തരാം. നന്ദിനിയുടെ ചിരി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. നന്ദിനിക്ക് എപ്പം തിരക്ക് വരുന്നോ അപ്പം അടുക്കള പണി എന്റെ കഴുത്തേ വരൂ. അവർക്കാണെങ്കിൽ ഇത് നിത്യ തൊഴിൽ അഭ്യാസമാ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഒരു തൊന്തരവാ. അമ്മയ്ക്കാണെങ്കിൽ കടുപ്പുള്ള ഇഞ്ചി ചായ വേണം, അച്ഛനാണെങ്കിൽ ഏലക്ക ചായയും. നന്ദിനിയിടത്ത് കടും ചായ മാത്രമേ കുടിക്കൂ. ജയേട്ടൻ പിന്നെ എന്നും കുടിച്ചോളൂ. ഈ ഒരു അവസരം വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എത്ര കണക്റ്റഡ് ആയിട്ടാ ദൈവം കാര്യങ്ങൾ ഒരുക്കുന്നത്. നന്ദിനി കുടിക്കുന്ന കടുംചായയിൽ ഇത് കിടക്കട്ടെ. ചോറൂണ് കാരിക്കിട്ട് ഒരു പണി.